പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിലായിരിക്കാനും തിരുവചനത്തെ ധ്യാനിപ്പാനും കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ഇന്നത്തെ ഈ പ്രഭാതയാമത്തിൽ നമ്മുടെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതായ ദൈവവചനം സഫന്യ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു. സഫന്യാവിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ ജനത്തിൻ്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു കൂട്ടം ജനത്തെ, ഒരു വിഭാഗത്തെ ശേഷിപ്പിക്കും. അവർ ശേഷിപ്പായിരിക്കും, ബാക്കി വരും. അവർ ദൈവമായ യഹോവയിൽ എന്നും അവർ ആശ്രയിക്കും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ബാക്കി വരാത്തതായ ഒരു കൂട്ടം ജനത്തെക്കുറിച്ചെല്ലാം സഫന്യാവും ദൈവവുമായിട്ട് ചില സംസാരങ്ങൾ നടന്നു. സഫന്യാവ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എത്രത്തോളം ഈ കഷ്ടത, ഈ അടിമത്തരം, അല്ലെങ്കിൽ ഈ കളവായി കൊണ്ടുപോകുന്നത്, ഈ യാതനകളൊക്കെ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതായ ഒരു ചോദ്യവും സംശയവും ദൈവത്തോട് സഫന്യാവ് പ്രകടിപ്പിച്ചപ്പോൾ സഫന്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, സഫന്യാവെ, നീ വിചാരിക്കുന്നത് പോലെയല്ല. നിന്റെ ജനത്തിൻ്റെ നടുവിൽ ഞാനൊരു അത്ഭുതമായ ഒരു കൂട്ടം ജനത്തെ ശേഷിപ്പായി കൊണ്ടുവരും. ആ ശേഷിപ്പിന് താഴ്മയുടെ സ്വഭാവമുണ്ട്. ആ ശേഷിപ്പിന് ദാരിദ്ര്യമുണ്ട്. കാരണം എന്നും അവരുടെ വീട്ടിൽ പല ആവശ്യങ്ങൾ, ദാരിദ്ര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിണി കൊണ്ട് മരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അനേക ആവശ്യങ്ങൾ അവരുടെ മുൻപിൽ, അത് സഫലീകരിക്കുവാൻ അവരുടെ കയ്യിൽ പണമില്ല, അവരുടെ കയ്യിൽ നിക്ഷേപങ്ങളൊന്നുമില്ല. അവരുടെ നിക്ഷേപമെല്ലാം ദൈവമാകൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനമായി ഒരു ശേഷിപ്പിനെ ഞാൻ നിന്റെ ജനത്തിൻ്റെ നടുവിൽ സൃഷ്ടിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശേഷിപ്പായി വരുന്നതായ ഒരു കൂട്ടം ജനങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ചേക്കാം, എന്നേക്കാൾ മാന്യരായിട്ടുള്ളവർ, വിദ്യാഭ്യാസം ചെയ്തവർ, എത്രയോ സമ്പന്നരായിട്ടുള്ളവർ ഇന്ന രീതിയിൽ ഒഴിഞ്ഞുപോയി അവരിങ്ങനെ അവർക്ക് വരുന്നതായ അനർത്ഥങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് താഴ്മയും ദാരിദ്ര്യമുള്ള ഒരു കൂട്ടം ജനങ്ങൾ നിർഭയരായി വസിക്കുന്നതായ ഒരവസ്ഥ, അതൊരു ഭാഗ്യമായ ഒരവസ്ഥയാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. ആ ജനങ്ങൾക്കുള്ളതായ ഭാഗ്യാവസ്ഥയെക്കുറിച്ച്, വീണ്ടും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും ദൈവം അവർക്ക് കൊടുക്കുന്നതായ ദാനങ്ങളെക്കുറിച്ചുമൊക്കെ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതിങ്ങനെ വായിക്കുന്നു. സഫന്യ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു ചിന്തയുണ്ടാകും, ഓ, ദാരിദ്ര്യവും താഴ്മയുമുള്ള ഒരു ജനമായിരിക്കുവാൻ നമ്മൾ സ്വതവേ മാനുഷിക സ്വഭാവത്തിൽ നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഈ താഴ്മയും ദാരിദ്ര്യവും ദൈവത്തിൽ ആശ്രയമുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ വിശേഷതയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ആ 13-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളും ആഗ്രഹിച്ചു പോകും, ഓ, എനിക്കും ആ ഭാഗ്യമായ അവസ്ഥയുണ്ടായിരുന്നു എങ്കിൽ. ഭോഷ്ക് അവരുടെ നാവിൽ ഉണ്ടാകുകയില്ല, ചതിവ് അവർക്ക് പേറുപറകു പോലും അവരുടെ ഇടയിൽ ഉണ്ടാകുകയില്ല. അവർ അല്ലെങ്കിൽ വയറ് നിറച്ച് തൃപ്തികരമായി അവർ മേഞ്ഞ് പച്ചപ്പുറങ്ങളിൽ കിടക്കും, പുൽപ്പുറങ്ങളിൽ കിടക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. അവർ താഴ്മയുള്ളവരാണ്, അവർ ദാരിദ്ര്യമുള്ളവരാണ്. എന്നാൽ അവരെ ഭയപ്പെടുത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല, അവരെ നശിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. കാരണം അവർ യഹോവയിൽ ആശ്രയിക്കുന്നവരാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്നതായ ഒരു പ്രത്യാശ, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായ താഴ്ച, ആത്മീകമായ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറുകയാണ്. കർത്താവ് മലമേൽ കയറി പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരോട് തിരുവായി മൊഴിഞ്ഞ്
അവരോട് വചനം സംസാരിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളെ അവർ സ്വതവേ ദരിദ്രരായി വരുന്നതല്ല, ദൈവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. താഴ്മയും വിനയവും ഉള്ളതായ ഒരു കൂട്ടം ജനത്തെ കൊണ്ട് മാത്രമേ ദൈവം ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുവാനുള്ളതായ വരം കൊടുക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുള്ള ജനത്തെക്കുറിച്ച് നമുക്കറിയാമോ? നമ്മളും ദാരിദ്ര്യത്തിൽ കൂടെ പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്. ഭൗമികമായ ദാരിദ്ര്യം എന്താണെന്നറിയാമോ? എന്നും നിലവിളിയും, എന്നും കണ്ണുനീരും, എന്നും ആദിയും പ്രയാസങ്ങളും ഒക്കെ, ഭയവും. എപ്പോഴാണ് കടക്കാർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നത്? എപ്പോഴാണ് നമുക്കൊരു രോഗമുണ്ടാകുന്നത്? പ്രയാസമാണ്. രോഗങ്ങളും കടങ്ങളും ദുഃഖങ്ങളും ദൈനംദിന ചെലവുകളും കുഞ്ഞുങ്ങളുടെ വിഷയവുമൊക്കെ വരുമ്പോൾ ദാരിദ്ര്യമാണ്. അതിനാണ് ദാരിദ്ര്യം, ലൗകിക പ്രകാരമുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. എന്നാൽ ആത്മീക ജീവിതത്തിലേക്കുള്ളതായ ദൈവ വചനത്തിന് പ്രകാരമുള്ള ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ഒരു മനുഷ്യനിൽ കടന്നു വരുമ്പോൾ അവൻ ആത്മീകമായി അവൻ സമ്പന്നനായിത്തീരുന്നു, ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവനായിത്തീരുന്നു, ദൈവത്താൽ ശ്രദ്ധിക്കപ്പെടുന്നവനാകുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ നിനക്ക് നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. ദൈവം നിന്നെ സമ്പന്നനായി കൈക്കൊള്ളുന്നു, ദൈവം നിന്നെ സമ്പന്നനായി എണ്ണുന്നു. നീ മേഞ്ഞ് തൃപ്തിയുള്ളവനായി കിടക്കുന്നു. ആരും നിന്നെ ഭയപ്പെടുത്തുവാൻ വരികയില്ല. എങ്ങനെയുള്ള ജനങ്ങളാണെന്നറിയാമോ? വായിൽ ഭോഷ്കില്ലാത്തവർ, ചതിവ് ഒട്ടുമില്ലാത്തവർ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരുടെ മുൻപിൽ താഴ്മയോടുകൂടെ സംസാരിക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിച്ചും കൊണ്ട് താഴ്മയായി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ട് ലോകത്തിൽ. കർത്താവ് അതുകൊണ്ടാണ് കഷ്ടപ്പെടുകയും യാതന അനുഭവിക്കുകയും നിത്യവൃത്തി അല്ലെങ്കിൽ നിത്യവേതനം പോലും ലഭിക്കാൻ സാധ്യതയില്ലാതെ യജമാനന്മാരുടെ കീഴിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം സാധുക്കളായിട്ടുള്ള ജനങ്ങളെ, കർത്താവിൻ്റെ കാലത്ത് അങ്ങനെ ധാരാളം അടിമകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്നതായ ഒരു കൂട്ടം ജനങ്ങളെക്കുറിച്ച് കർത്താവ് വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും തരാം. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ നുകം അല്ലെങ്കിൽ ഞാൻ പറയുന്നതും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും താഴ്മയും വിനയവും സൗമ്യതയുമുള്ളതായ ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് എൻ്റെ നുകത്തിനുള്ളത്. എൻ്റെ നുകം നിങ്ങൾ ഏൽക്കുമ്പോൾ നിങ്ങളിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം കടന്നു വരും. എന്താണെന്നറിയാമോ? സകലരുടെയും മുൻപിൽ താഴ്മയുള്ളതായ ഒരു സ്വഭാവം, വിനയമുള്ളതായ, സൗമ്യതയുള്ളതായ, കടിച്ചു കീറാത്തതായ, ദേഷ്യപ്പെടാത്തതായ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും അല്ലെങ്കിൽ അവരെ വകവരുത്തണമെന്നുള്ളതായ ഒരു ചിന്താഗതിയില്ലാതെ സ്നേഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ചതിവില്ലാത്തൊരു സ്വഭാവം, ആ വാക്കുകൾ വായിൽ നിറഞ്ഞിരിക്കുന്നവൻ. അവരുടെ നാവ് എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. അവരുടെ നാവ് എപ്പോഴും യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് പരാമർശിക്കുവാനുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ സംഗീതം ദൈവത്തോടുള്ളതായ നന്ദി പ്രകടനമാണ്. അവർ പരദേശികളായി പാർക്കുന്ന വീട്ടിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളുമൊക്കെ അവരുടെ ഭവനത്തിൽ കീർത്തനങ്ങളാകുന്നു. അങ്ങനെയുള്ള ഒരു ജനം, ദൈവം പറയുകയാണ്, അവരെ യഹോവയിൽ ആശ്രയിക്കും. അവരെ ഭയപ്പെടുത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ താഴ്മയും ദാരിദ്ര്യവും, ആത്മീക പ്രകാരമുള്ളതായ താഴ്മയും ദാരിദ്ര്യവും നാം അഭ്യസിച്ചു പോകുന്നവരാണെങ്കിൽ നമ്മെ ഭയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെയും തൻ്റെ ധനത്തിന് ഒത്തവണ്ണം അറിഞ്ഞ് നമ്മെ ആരുമറിയാത്ത അനുഗ്രഹത്തിൻ്റെ പാതകളിലേക്ക് ദൈവം നമ്മെ നടത്തും. ഒരു മനുഷ്യനും അതിനെ എണ്ണുവാൻ കഴിയില്ല. നാമും ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഗോഡ് ബ്ലെസ് യു.